അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് ലഭിച്ചതിൽ ഒരുപാട് പേർക്ക് വിഷമം കാണും. അവരുടെ വിഷമം ഇനി കൂടാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഞാൻ അവിടെ വിജയിക്കും. ഞാൻ അവിടെ നിൽക്കുന്നത്, സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ഞാൻ തീരുമാനിച്ച കാര്യമല്ല. ശ്രീ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ച കാര്യമാണ്. ഞാനും ഇവിടെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ശ്രീ മോദിജിയെ പ്രതിനിധീകരിച്ചാണ് നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അഖിലേന്ത്യാ തലത്തിൽ 370-ലധികം സീറ്റുകൾ ലഭിക്കും. NDAക്ക് 400-ലധികം സീറ്റുകൾ ലഭിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും. നിരവധി സീറ്റുകൾ ലഭിക്കും. അതിലൊന്ന് പത്തനംതിട്ടയായിരിക്കും. ഇതെല്ലാം പഴയ കാര്യങ്ങൾ. അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു സ്ഥാനാർത്ഥിയെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും ശ്രീ നരേന്ദ്രമോദിജിയുടെ സ്ഥാനാർത്ഥികളാണ്. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഒരു സംശയവുമില്ലാതെ ശ്രീ മോദിജി മൂന്നാമത്തെ പ്രാവശ്യവും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ പ്രധാനമന്ത്രിയാവും. ഓരോ സ്ഥാനാർത്ഥിക്കും, BJPയുടെ ഓരോ സ്ഥാനാർത്ഥിക്കുമുള്ള വോട്ട് ശ്രീ നരേന്ദ്രമോദിജിക്കുള്ള വോട്ടാണ്. നമ്മളെ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് മോദിജിയുടെ തെരഞ്ഞെടുപ്പാണ്. മോദിജിയുടെ വിജയമായിരിക്കും. നമ്മളെല്ലാവരും മോദിജിയുടെ സ്ഥാനാർത്ഥികളാണ്. മോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഒരു പരിചയപ്പെടലും ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കും ആവശ്യമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണും. തീർച്ചയായിട്ടും കാണും. അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിക്കും. അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ ഞാൻ പത്തനംതിട്ടയിൽ വിജയിക്കും. ഈ ഭാരതീയ ജനതാ പാർട്ടി നമുക്ക് കമ്മ്യൂണിറ്റിയോ റിലിജനോ ഒന്നുമില്ല. ആദരണീയനായ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ നമുക്ക് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിൽ ഭാരതത്തിൽ പ്രധാനമായിട്ടും 4 കമ്മ്യൂണിറ്റികളേ ഉള്ളൂ. ഗരീബ്, യുവ, അന്നദാത, നാരി. അതായത് ഇവിടുത്തെ പാവപ്പെട്ടവർ, ഇവിടുത്തെ കർഷകർ, ഇവിടുത്തെ സ്ത്രീകൾ, ഇവിടുത്തെ യുവാക്കൾ. ഈ 4 വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി ഇവർക്ക് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും മുന്നേറാനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊരു വികസിത ഭാരതമായി മാറും. ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ കേരളത്തിലും ഈ 4 കമ്മ്യൂണിറ്റിയിലുമുള്ള എല്ലാവരും, കേരളത്തിലുള്ള എല്ലാവരും ഈ 4 കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും ഒരാളാണ്. എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. എല്ലാ കമ്മ്യൂണിറ്റിയും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന പോലെ പത്തനംതിട്ടയിലും മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഒരു കമ്മ്യൂണിറ്റി, കാസ്റ്റ്, റിലീജിയസ് ഡിഫറൻസിയേഷൻ ഇല്ലാതെ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.